കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു വീട് വെക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ ഇതണക്ക് നമ്മുടെ ബ്രഹ്മസൂത്രം ഇതേപോലെ അടഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, യമസൂത്രം എങ്ങനെയാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇത് ഏതൊക്കെ ദിക്കിൽ നിന്നാണ് ഇതിനെ കണക്കാക്കുന്നത്, ബ്രഹ്മസൂത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ യമസൂത്രം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഒരു സ്ക്വയറാണ്. ഒരു സ്ക്വയർ ഇതൊരു വീടാണെന്ന് സങ്കല്പിക്കുക. ഇത് സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു വീടാണ്. ഈ വീടിന് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്, 4 കോർണർ, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, അതായത് അഗ്നികോണ്, കന്നിമൂല, വായുകോണ്, ഈശാനകോണ്. അപ്പോൾ ഇങ്ങനെ 4 മൂലകളും 4 ദിക്കുകളും. ഇതിൽ ഇപ്പം വീടിന്റെ മധ്യഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന ലൈനാണ്. അതായത് വീടിന്റെ മധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, കിഴക്ക് നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂലയിലേക്ക് ഇവിടെ നമ്മൾ ടേപ്പ് പിടിക്കുന്നു. ടേപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരു 40 അടി നീളം ഉണ്ടെന്ന് വെച്ചു. 40 അടി നീളമുണ്ട്. അപ്പം 20 അടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. 20 അടി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റിൽ എത്തുന്നു. 20 അടി മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇത് സെന്ററായി. അതുപോലെ ഇവിടെ ബാക്കിലും ഇത് ചെയ്യുമ്പോൾ അത് 40 അടി ഉണ്ട്. അതിന്റെ ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് ഇത് 20 അടി. അപ്പം ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് വീടിനകത്ത് നിന്ന് ഇതിലേ പോകുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് പോകുന്ന ആ ഒരു എനർജിയാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അപ്പം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ച് ഈ സൂത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം ഒരു കാരണവശാലും ഈ ബ്രഹ്മസൂത്രം അടഞ്ഞു പോകരുത് എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലർ ഇവിടെ ഡോറ് കൊടുക്കും. ഇവിടെ ഡോറ് കൊടുത്തിട്ട് അപ്പോൾ ഈ ഡോറ് കൊടുക്കുമ്പോൾ ഇതിനകത്തൂടെ എനർജി പാസ് ചെയ്യും. എന്നിട്ട് ഇവിടെയും മറ്റ് ഡോറുകളായിരിക്കും. ഇവിടെ ഒരു ജനലെങ്കിലും കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യും. അതായത് ഈ എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ ഒരു ഭിത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോറ് കൊടുത്താൽ ക്ലിയർ ആയി, അങ്ങനെ അതിലേക്ക് കടന്നു പോകും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് കൊടുത്താലും മതി, ജസ്റ്റ് ഒരു ഹോൾ ആയാലും മതി, ഇതിലേ വരുന്ന എയർ കറക്റ്റ് ആയിട്ട് പോകണം. ചിലർക്ക് ഇതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത് ഇവിടെയും കൊടുത്തു, എന്നിട്ട് ഇവിടെ കൊടുത്തില്ലെങ്കിൽ അത് ബ്രഹ്മസൂത്രം കടന്നു പോകത്തില്ല. ഇവിടെ നിന്ന് എനർജി അങ്ങനെ പാസ് ചെയ്യാനായിട്ട് ഉള്ളൊരു ലൈൻ വേണം. അപ്പോൾ ഇതാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അതായത് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കോട്ട് എത്രയാണോ നീളം അതെടുത്തിട്ട് അതിന്റെ പകുതിയിൽ വന്നിട്ട് അവിടെ ഡോറ് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ജന്നൽ കൊടുത്താലും മതി. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ജന്നലോ വാതിലോ കൊടുത്തുകൊണ്ട് എയർ അപ്പുറം വരെ ഒരേ ലെവലിൽ പാസ് ചെയ്ത് പോകണം. അതാണെങ്കിൽ ഇത് ഒരേ ഹൈറ്റിൽ പോകത്തക്ക രീതിയിൽ കിട്ടിയിരിക്കണം. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നതാണ്. ഇവിടെ വന്നിട്ട് ഒരു 7 അടി വെച്ചു. ഇവിടെ വരുമ്പോഴത്തേക്ക് 5 അടിക്ക് താഴെ ഇത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എയർ ഇതിലേ പാസ് ചെയ്ത് പോകണമെന്നും ഇല്ല. അപ്പോഴത്തേക്ക് അതനുസരിച്ച് കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ബ്രഹ്മസൂത്രം എന്ന് പറയും. അടുത്തത് നമുക്ക് യമസൂത്രം. യമസൂത്രം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമുള്ള വീടുകൾക്കാണ് ഈ ഒരു പ്രാധാന്യം, ബ്രഹ്മസൂത്രത്തിന്റെ പ്രാധാന്യം വരുന്നത്. അതേസമയം തെക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ച് യമസൂത്രത്തിനാണ് പ്രാധാന്യം. ഇത് ഇപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിന് യമസൂത്രവും ബ്രഹ്മസൂത്രവും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ഈ ബ്രഹ്മസൂത്രമെങ്കിലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതേസമയം വടക്കോട്ടോ തെക്കോട്ടോ ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രം അടഞ്ഞു നിന്നാലും അത്രയും പ്രശ്നമില്ല. പക്ഷെ യമസൂത്രം കടന്നു പോകുന്ന കണക്ക് ജനലുകളോ വാതിലുകളോ കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള മൊത്തം നീളം എടുക്കുക. നീളം എടുത്തിട്ട് അതിന്റെ സെന്റർ ഇപ്പൊ അത് ഒരു 50 അടിയാണെന്ന് വെക്കുക. 50 അടിയാണെന്നുണ്ടെങ്കിൽ 25 അടിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ ഒരു ഡോറോ ഒരു ജനലോ കൊടുത്തുകൊണ്ട് ഈ എയർ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറം വരെ പോകുന്ന രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് യമസൂത്രം തടസ്സമില്ലാതെ പോകും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല. പല വീടുകളിലും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നിരിക്കും. അപ്പൊ ഈ ബ്രഹ്മസൂത്രം ടോയ്ലറ്റിനകത്തൂടെ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് വാസ്തുപരമായിട്ട് കറക്റ്റ് അല്ല. അതേപോലെ തന്നെയാണ് ഇപ്പം വടക്കോട്ട് ദർശനമുള്ള ഒരു വീട്, അതിന്റെ ഓപ്പോസിറ്റ് തെക്ക് വശത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഇതും ഈ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന കണക്ക് വരാൻ പാടില്ല.
ഒന്നുകിൽ ഇതിനപ്പുറം വെക്കണം അല്ലെങ്കിൽ ഇതിനിപ്പുറം വെക്കണം. എന്നിട്ട് അതിലെ എയർ പാസ് ചെയ്ത് പോകുന്ന കണക്ക് ഇത് കൊടുക്കണം. അപ്പം ഇത് യമസൂത്രമാണ്, ഇത് ബ്രഹ്മസൂത്രമാണ്. അപ്പോൾ ഇത് വളരെയധികം പ്രാധാന്യമുണ്ട്. ചില വീടുകളിൽ ചിലർ ചെയ്യുന്നത്, ഇപ്പം ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത്, ഇപ്പോൾ വടക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ നിന്നൊരു ഡോറുണ്ട്. ഇവിടെ നിന്നൊരു ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോറിനെ ബേസ് ചെയ്തിട്ട് അവർ പോകത്തക്ക രീതിയിൽ ജനലുകളും വാതിലുകളും കൊടുക്കുന്നത് കാണാം. അത് വാസ്തുപ്രകാരം അത്ര കറക്റ്റ് അല്ല. യഥാർത്ഥത്തിൽ സെൻട്രൽ നിന്നിട്ടാണ് ഈ ഒരു ഇത് പോകുന്നത്, യമസൂത്രവും ബ്രഹ്മസൂത്രവും പോകുന്നത്. അപ്പം നിങ്ങൾ പുതിയ ഭവനങ്ങൾ വെക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമുക്ക് പുതിയ വീടുകൾ വെക്കുമ്പോഴത്തേക്ക് ജനലുകളും വാതിലുകളും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾ വെച്ചുപോയ വീടാണെന്നുണ്ടെങ്കിൽ ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഇത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇതിടുന്നത് ആ വീട്ടിൻ്റെ ഒരു എനർജി ഉണ്ടാവാനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വീട്ടിലുണ്ടാവാനും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.